ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. നമുക്കിന്ന് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ 7ാം ക്ലാസ്സിലെ പാഠം 2 കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി, എല്ലാ ടോപ്പിക്കും ഇവിടെ കവേർഡ് ആവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ചോദിച്ചാൽ നമ്മൾ അറബികളാണ് ആൻസർ. ഓക്കെ, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളും ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും കറുത്ത പൊന്ന് കുരുമുളക്. മൂന്നാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങിയ വർഷം 1498 മെയ് 20 ഓക്കെ, വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് കപ്പലിറങ്ങിയത്. 1498 മെയ് 20 സെന്റ് ഗബ്രിയേൽ എന്നുള്ള കപ്പലിലാണ് അദ്ദേഹം വരുന്നത്. അതും കൂടിയും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു. ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ആയിരുന്നത്. ഓക്കെ, ഗോവ, ദാമൻ, ദിയു. അടുത്ത ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. ഇനി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടപ്പുറം കോട്ട, അതുപോലെ തന്നെ സെൻറ്റ് ആഞ്ചലോ കോട്ട. കോട്ടപ്പുറം കോട്ട തൃശ്ശൂരും സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരുമാണ്. ഇതിൽ സെൻറ്റ് ആഞ്ചലോ കോട്ട ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കോട്ടപ്പുറം കോട്ടയും സെൻറ്റ് ആഞ്ചലോ കോട്ടയും പോർച്ചുഗീസുകാർ പണി കഴിച്ച കോട്ടകളാണ്. കോട്ടപ്പുറം കോട്ട തൃശ്ശൂരും സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ. പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുകയാണെങ്കിൽ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില. ഇതൊക്കെ പോർച്ചുഗീസുകാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരണത്തിന് ഇടയാക്കിയത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അച്ചടി യന്ത്രം കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ്, ചവിട്ടുനാടകം എന്ന കലാരൂപത്തിൻ്റെ വികാസത്തിന് കാരണവും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ ഒരുപാട് കൃഷി ഐറ്റംസ്, പൈനാപ്പിള്, പപ്പായ, പേരയ്ക്ക, കശുവണ്ടി, അങ്ങനെയുള്ള കുറേയധികം കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അച്ചടി യന്ത്രം, പിന്നെ ചവിട്ടുനാടകം പ്രചരിപ്പിച്ചു. ഇതൊക്കെ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ കുഞ്ഞാലിമരയ്ക്കന്മാരാണ്. ഓക്കെ, കുഞ്ഞാലിമരയ്ക്കരാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. പോർച്ചുഗീസുകാരുടെ എവിടെയായിരുന്നു എന്ന് പറഞ്ഞു? ഗോവ, ദാമൻ, ദിയു തുടങ്ങിയവയാണ്. ഡച്ച്, കൊച്ചി. ഓക്കെ, അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക. ഡച്ച്, കൊച്ചി, കൂട്ടത്തിൽ കൊല്ലവും ഉണ്ട്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം, പോർച്ചുഗീസുകാർ പറങ്കികളാണ്. ഇനി ഷിമക്കാർ എന്നൊക്കെ അറിയപ്പെടുന്നത്, ഷീമ എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ഈ 4 എടുത്ത് പഠിക്കുക. ഓക്കെ, പറങ്കികൾ പോർച്ചുഗീസുകാരാണ്, ഷിമ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്, പരന്ത്രീസുകൾ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. അടുത്തത്, കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കിയത് ഹെൻറി വാൻഡ്രീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ഓക്കെ, ഇതിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം തെങ്ങാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ SCERTയിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അടുത്തത്, വാൻഡ്രീഡിനെ സഹായിച്ച മലയാളി ഇട്ടി അച്യുതൻ വൈദ്യരാണ്. ഓക്കെ, ഇട്ടി അച്യുതൻ വൈദ്യരാണ് വാൻഡ്രീഡിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മലയാളി എന്ന് ചോദിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം, അതുപോലെ തന്നെ എവിടെയാണ് രൂപീകരിച്ചിട്ടുള്ളത്? 1600 ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. ഏതാണ്? 1600 വർഷം ലണ്ടനിലാണ്.
ഓക്കെ, 1600 ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇനി അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂറത്താണ്. ഗുജറാത്തിലെ സൂറത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. അടുത്തത്, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1664. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. ഡച്ച് 1602. ഓക്കെ, ഇനി ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. അപ്പോൾ ഫ്രഞ്ച് അധീനത പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള നമുക്ക് എന്തൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. നമ്മൾ പോർച്ചുഗീസുകാർ എന്ത് പറഞ്ഞു? ഗോവ, ദാമൻ, ദിയു. അതുപോലെ തന്നെ പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ ഫ്രഞ്ചുകാരുടെയാണ്. ഡച്ചുകാരുടെ കൊച്ചിയും കൊല്ലവുമാണ്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. ഇതിൽ അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. ഇനി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പലതവണ PSC ചോദിച്ചിട്ടുണ്ട് കർണാട്ടിക് യുദ്ധങ്ങൾ ആര് തമ്മിലായിരുന്നു എന്ന്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. അതിൽ ജയിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ്. 1757. ആരൊക്കെ തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്? റോബർട്ട് ക്ലൈവും ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയും തമ്മിലുള്ള യുദ്ധമാണ്. ഓക്കെ, 1757 പ്ലാസി യുദ്ധം, ഇൻ ബിറ്റ്വീൻ റോബർട്ട് ക്ലൈവ് ആൻഡ് സിറാജ് ഉദ്ദൗള. അടുത്തത്, ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധം ബക്സാർ യുദ്ധമാണ്. 1764 ബക്സാർ കലാപം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ബംഗാൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകുന്നത് ബക്സാർ യുദ്ധത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം 1757. എന്നാൽ ഈ ബ്രിട്ടീഷ് ഭരണത്തെ സുസ്ഥിരമാക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബക്സാർ കലാപമാണ്. ഓക്കെ, ഇനി ബക്സാർ കലാപത്തിൻ്റെ സംയുക്ത സൈന്യമായിരുന്നു ഷാ ആലം സെക്കൻഡ്, ഷൂജ ഉദ്ദൗള, മിർ കാസിം. ആരൊക്കെയാണ്? ഷാ ആലം സെക്കൻഡ്, ഷൂജ ഉദ്ദൗള, മിർ കാസിം. അടുത്തത്, റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപൻ മിർ ജാഫറാണ്. ക്ലൈവിൻ്റെ കുറുക്കൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് മിർ ജാഫർ. അപ്പോൾ റോബർട്ട് ക്ലൈവുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കിയത് ആരാണ്? മിർ ജാഫർ. ഇനി ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം 4-ാം മൈസൂർ യുദ്ധമാണ്. 4-ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരിക്കുന്നത്. ഇനി മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ആയ പ്രദേശങ്ങൾ മലബാറും കൂർഗും ആണ്. ഓക്കെ, മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളാണ് മലബാർ, കൂർഗ് തുടങ്ങിയവ. അടുത്തത്, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി. അപ്പോൾ മലബാറും കൂടി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ് സൈനിക സഹായ വ്യവസ്ഥ. അതാരാണ് നടപ്പിലാക്കിയത്? വെല്ലസ്ലി പ്രഭുവാണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോറൊക്കെയാണ് സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായിട്ട് യോജിച്ച നാട്ടുരാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്താവകാശ നിരോധന നയം ആരുടെയാണ്? ഡൽഹൌസി പ്രഭുവിൻ്റെയാണ്. ഈ നിരോധന നയത്തിനെ നിർത്തലാക്കിയത് കാനിങ് പ്രഭുവാണ്. അതും കൂടി ഓർത്തിരിക്കുക. അടുത്തത്, ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ. ഏതൊക്കെയാണ്? സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ. ഇതൊക്കെയാണ് ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ യൂറോപ്യന്മാർ ക്രമത്തിൽ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇതിനെ ക്രമത്തിനായിട്ട് ഓർക്കാൻ വേണ്ടി പോഡ ബീഫെ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പോഡ ബീഫെ. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്